എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പി. പോകാം വീഡിയോയിലേക്ക്. ഇത് 1.5 കിലോ ചിക്കൻ ആണ്, വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫസ്റ്റ് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. അടുത്തതായി 2 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഇനി അതിലേക്ക് 2.5 സ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കാം. ഉപ്പ് ചേർക്കാം. പിന്നെ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കോൺഫ്ലവർ പൊടിയും കൂടെ ചേർക്കാം. അങ്ങനെ ചെയ്താൽ ചിക്കനിൽ മസാല പിടിക്കുന്നതായിരിക്കും. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 20 മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി മസാലയ്ക്ക് വേണ്ട 4 സവാള ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ 4 തക്കാളിയും ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത സവാളയിൽ നിന്നും കുറച്ച് സവാള നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഞാൻ അതിൽ പൊരിക്കാനുള്ള സവാള ഇട്ടു. അതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും. അതൊക്കെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്, നമുക്കത് മാറ്റി വെക്കാം. സവാള എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നേരത്തെ ചെയ്ത് വെച്ച ചിക്കൻ ആ എണ്ണയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഹാഫ് ബോയിലിലാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോളെ നമ്മൾ ചെയ്ത മസാല ചിക്കനിൽ പിടിക്കും. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അതിലേക്കുള്ള മസാല നോക്കാം. ആ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. നേരത്തെ ചെയ്തു വെച്ച സവാളയും കൂടെ നമ്മൾ അതിൽ ആഡ് ചെയ്യാം. നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും തക്കാളിയും ചേർക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മളിട്ട സവാളയും തക്കാളിയും കറിവേപ്പിലയും എല്ലാം നല്ല മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കാം. ഇനി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇനി മസാലപ്പൊടി എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ കാശ്മീർ പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ജീരകപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ക്രഷ് ചില്ലി, കുറച്ച് കസ്തൂരി മേത്തി. ഇതാണ് നമ്മൾ ചേർക്കേണ്ടത്. മസാല എല്ലാം ഇട്ടതിനു ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ റോസ്റ്റ് റെഡിയാണ്. അപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബെസ്റ്റ് ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു. ലാസ്റ്റ് കുറച്ച് മല്ലിപ്പൊതിനെ ഇട്ട് ഇറക്കി വെക്കാം.